ഹായ് ഓൾ, വെൽക്കം ടു NEET-EASY. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു പോർഷനാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിലെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 Kingdom ക്ലാസിഫിക്കേഷൻ, salient features and classification of Monera, Protista and fungi into major groups, lichens, viruses and viroids. ഇത്രയാണ് സിലബസ്. ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്. ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പല സയൻറ്റിസ്റ്റ് പല ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് കൊണ്ടുവന്നു. അതിൽ ആദ്യത്തത് അരിസ്റ്റോട്ടിലിൻ്റെയാണ്. അരിസ്റ്റോട്ടിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സാണ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള അപ്പിയറൻസ്, പുറമെ എങ്ങനെയാണ് ആ ഓർഗാനിസത്തിനെ കാണാൻ, ആ അപ്പിയറൻസിനെയാണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അതായത് മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ, അങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി ആനിമൽസിനെ വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ്, അതായത് റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസും റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസും, അങ്ങനെ 2ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത്. ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് നമുക്ക് മനസ്സിലാവും. കാരണം പ്ലാന്റ്സിൽ തന്നെ ട്രീസും, ഷ്രബ്സും, ഹെർബ്സും മാത്രമല്ല, അല്ലാത്ത ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ ആനിമൽസിൽ റെഡ് ബ്ലഡ് ഉള്ളവർ, റെഡ് ബ്ലഡ് ഇല്ലാത്തവർ, അങ്ങനെ മാത്രം നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഈ ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡഡ് അല്ല. അത് അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്കാണ്. അങ്ങനെ ഇരിക്കെ രണ്ടാമത് കരോളസ് ലിനേസ് 2 Kingdom ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2 Kingdom ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കരോളസ് ലിനേസ്. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ലിനേസ് 2 കിങ്ഡമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കിങ്ഡം പ്ലാന്റയിൽ പ്ലാന്റ്സും കിങ്ഡം ആനിമേലിയയിൽ ആനിമൽസുമാണ് വരുന്നത്. ഇനി ലിനേസിൻ്റെ സിസ്റ്റത്തിലും കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തത് ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂക്യാരിയോട്സ് ആൻഡ് പ്രോക്യാരിയോട്സ്. ഈ സിസ്റ്റത്തിൽ യൂക്യാരിയോട്സിനെയും പ്രോക്യാരിയോട്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് യൂക്യാരിയോട്സ്, എന്താണ് പ്രോക്യാരിയോട്സ് എന്നറിയണം. പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതായത് ഇതിനൊരു ഡെഫിനിറ്റീവ് ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിനോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഓർഗാനിസത്തിൻ്റെ സെൽസിനകത്ത് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. പ്രോക്യാരിയോട്സിന് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിനോ ഇല്ല. അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും ഇല്ല, സെൽ ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് പ്രോക്യാരിയോട്സ്. ഇനി യൂക്യാരിയോട്സ് എന്താണ്? ഇവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് ഒക്കെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിരിക്കും. ഓരോ സെൽ ഓർഗനലിനും അതിൻ്റെ പുറത്ത് ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് യൂക്യാരിയോട്സ്. അപ്പോൾ ലിനേസിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല, രണ്ടിനെയും കൂടെ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. അതാണ് ആദ്യത്തെ ഡ്രോബാക്ക്. രണ്ടാമത്തത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസത്തിന് ഒറ്റൊരു സെല്ലേ ഉള്ളൂ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് സെൽസ് ഉള്ള, ഒന്നിലധികം സെൽസ് ഉള്ള ഓർഗാനിസത്തിനെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അപ്പോൾ ലിനേസിൻ്റെ സിസ്റ്റത്തിൽ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശ സംശ്ലേഷണം. അതായത് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ പോലെ അവരുടെ ഫുഡ് അവർക്ക് സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ഫോട്ടോസിന്തറ്റിക്. ഇനി
സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഓർഗാനിസത്തെ ആശ്രയിക്കേണ്ടി വരുന്നവരെയാണ് നോൺ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ലിനേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഈ രണ്ട് ആൾക്കാരും ഒരു ഗ്രൂപ്പിൽ തന്നെ വന്നു. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതും ഡ്രോബാക്കാണ്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ കുറേ ഓർഗാനിസംസ് ഈ രണ്ട് കാറ്റഗറിയിലും വന്നില്ല. പ്ലാന്റയിലും വന്നില്ല, ആനിമേലിയയിലും വന്നില്ല. നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബാക്ടീരിയ അങ്ങനെയൊക്കെ ഉള്ളവർ പ്ലാന്റയിലും വന്നില്ല, ആനിമേലിയയിലും വന്നില്ല. അപ്പോൾ അതും ഒരു ഡ്രോബാക്കാണ്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷനും ലിനേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഡ്രോബാക്സ് വന്നപ്പോൾ അടുത്തതായിട്ട് RH വിറ്റാക്കർ പ്രപ്പോസ് ചെയ്തൊരു ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. RH വിറ്റാക്കർ 1969 RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഇനി എന്തിൻ്റെ ബേസിസിലാണ് വിറ്റാക്കർ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്? ബേസ്ഡ് ഓൺ സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. വിറ്റാക്കർ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ മാത്രം നോക്കിയിട്ടല്ല ക്ലാസിഫൈ ചെയ്തത്, മറിച്ച് സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് സെല്ലിനകത്ത് എന്തൊക്കെ ഓർഗനൽസ് ഉണ്ട്, സെല്ലിന് സെൽ വോൾ ഉണ്ടോ, അങ്ങനെ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ ബോഡി ഓർഗനൈസേഷൻ, സിംഗിൾ സെല്ലുലാർ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണോ അതോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണോ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഈ ഓർഗാനിസംസ് ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ, റീപ്രൊഡക്ഷൻ, അതായത് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണോ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണോ അതോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണോ. ഇനി അടുത്തതാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ആണ്. അതായത് രണ്ട് ഓർഗാനിസംസ് എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് പരിണാമത്തിൻ്റെ രീതിയിൽ എങ്ങനെയാണ് അവർ തമ്മിൽ കണക്ഷൻ ഉള്ളതെന്ന്. അതായത് നമ്മൾ പറയത്തില്ലേ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന്. അപ്പോൾ അങ്ങനെ ഓരോ ഓർഗാനിസത്തിനെ എടുക്കുമ്പോഴും അതുമായിട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉള്ള ഓർഗാനിസംസ് കാണും. അങ്ങനെ ആ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. സോ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, that is unicellular or multicellular, mode of nutrition, photosynthetic or non-photosynthetic, reproduction, sexual reproduction, asexual reproduction or vegetative reproduction, and finally phylogenetic relationships. ഇനി ഇതിനെ ബേസ് ചെയ്ത് 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതേതൊക്കെയാണ്? ഫസ്റ്റ് വൺ കിങ്ഡം മൊണേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗെ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. കിങ്ഡം മൊണേറയിൽ എല്ലാ പ്രോക്യാരിയോട്സിനെയും ഇൻക്ലൂഡ് ചെയ്തു. അതായത് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്തവർ, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ലാത്തവർ, അങ്ങനെയുള്ള എല്ലാ ഓർഗാനിസത്തിനെയും കിങ്ഡം മൊണേറയിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ആരാണുള്ളത്? യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസം. അതായത് അതിലുള്ളതെല്ലാം യൂക്യാരിയോട്സ് ആണ്. അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, സെൽ ബൗണ്ട് ഓർഗനൽസും ഉണ്ട്. പക്ഷേ അവരെല്ലാം യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ളത്. ഇനി കിങ്ഡം ഫംഗെ. കിങ്ഡം ഫംഗയിലുള്ള എല്ലാ മെമ്പേഴ്സും ഹെട്രോട്രോപ്പിക് ആണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അവർ ഫുഡിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ജീവികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഡ് മാറ്റേഴ്സിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ ഈ ഫംഗയുടെ സെൽ വോള് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് കിങ്ഡം പ്ലാന്റ്. അതിൽ പല ടൈപ്സ് പ്ലാന്റ്സ് ഇൻക്ലൂഡഡ് ആണ്.
ലാസ്റ്റ് കിങ്ഡം അനിമേലിയ. ഇതിനകത്താണ് ആനിമൽസ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ഇന്ന് കിങ്ഡം മൊണേറയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കിങ്ഡം മൊണേറയുടെ ഒരു പ്രത്യേകത, ഇതിലുള്ള മെമ്പേഴ്സ് എല്ലാം പ്രോക്യാരിയോട്സ് ആണ്. അതുകൊണ്ട് തന്നെ കിങ്ഡം മൊണേറയിലുള്ള മൊത്തം മെമ്പേഴ്സും ബാക്ടീരിയകളാണ്. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദിസ് കിങ്ഡം. ഇനി ബാക്ടീരിയ തന്നെ അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിസിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ഫെറിക്കൽ ഷേപ്പ്, അതായത് ഒരു വൃത്താകൃതിയിലിരിക്കുന്ന കോക്കസ് അല്ലെങ്കിൽ കോക്ക എന്ന് പറയാം. ഇനി കുറച്ച് നീണ്ടിരിക്കുന്ന, ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ കുറച്ച് നീണ്ടിരിക്കുന്ന റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം ആൻഡ് സ്പൈറൽ ഷേപ്ഡ് സ്പൈറില്ല. സോ ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. Spherical coccus, rod-shaped bacillus, comma-shaped vibrium and spiral-shaped spirilla. ഇനി ഒരുപാട് ടൈപ്പ് ബാക്ടീരിയാസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ്. അതുകൊണ്ട് തന്നെ ചിലർ ഓട്ടോട്രോപ്പിക് ആയിരിക്കും, ചിലർ ഹെട്രോട്രോപ്പിക്കും ആയിരിക്കും. എല്ലാവരും ഒരുപോലല്ല. ഒരു എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നവരാണ് കിങ്ഡം മൊണേറയിലെ ബാക്ടീരിയാസ്. അതായത് ചിലർ ഓട്ടോട്രോപ്സ് ആയിരിക്കും, സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ. അവരിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സും ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ടായിരിക്കും. ആ പിഗ്മെൻ്റ് യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സിനെ പോലെ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് ഉണ്ടാക്കുന്നവരാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇനി കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇനോർഗാനിക് മാറ്റേഴ്സിൽ നിന്ന് അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് അവരുടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇനി ഇതൊന്നും അല്ലാതെ ഹെട്രോട്രോപ്സും ഉണ്ട് ബാക്ടീരിയയിൽ. കൂടുതൽ ബാക്ടീരിയാസും ഹെട്രോട്രോപ്സ് ആണ്. അപ്പം ബാക്ടീരിയാസ് ഓട്ടോട്രോപ്സും ഉണ്ട്, ഹെട്രോട്രോപ്സും ഉണ്ട്. ഓട്ടോട്രോപ്സിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സും കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും ഉണ്ട്. ഇനി നേരത്തെ നമ്മൾ ഷേപ്പിൻ്റെ ബേസിസിൽ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തതാണ് പറഞ്ഞത്. ഇനി അതല്ലാതെ വേറെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് ബാക്ടീരിയയിൽ. അതിൽ ഒരെണ്ണമാണ് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ബാക്ടീരിയ ആണ്. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ. ഇവരുടെ പ്രത്യേകത, ഇവരെ നമുക്ക് ഏറ്റവും മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സിലാണ് കാണാൻ പറ്റുക. അതായത് ഭയങ്കര കഠിനമായിട്ടുള്ള ചുറ്റുപാടിലാണ് ഇവരെ കാണാൻ പറ്റുന്നത്. കാരണം എന്താണ്? ഇവരുടെ സെൽ വോൾ സ്ട്രക്ചർ മറ്റ് ബാക്ടീരിയ പോലെ അല്ല. ഇവരുടെ സെൽ വോൾ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ആർക്കി ബാക്ടീരിയ തന്നെ പല ടൈപ്പുണ്ട്. അതിൽ ആദ്യത്താണ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ആൾക്കാരാണ്. എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഒരുപാട് ഉപ്പ് കൂടിയ പ്രദേശത്ത് കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയയാണ് ഹാലോഫൈൽസ്. തെർമോ അസിഡോഫൈൽസ് പേരിൽ തന്നെയുണ്ട്. തെർമോ എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്, അസിഡോഫൈൽസ് ആസിഡുള്ള സ്ഥലത്ത്, അസിഡിക് ആയിട്ടുള്ള ഏരിയയിൽ. അതുകൊണ്ട് തന്നെ തെർമോ അസിഡോഫിൽസ് എവിടെയാണ് കാണുന്നത്? ഹോട്ട് സ്പ്രിങ്സിലും ആസിഡിക് എൻവയോൺമെൻറ്റിലും. അടുത്ത ഒരു ടൈപ്പാണ് മെഥനോജൻസ്. മെഥനോജൻസിനെ മാർഷി ഏരിയസിലാണ് കാണപ്പെടുന്നത്, അതായത് ചതുപ്പ് നിലങ്ങൾ. ഇനി ചതുപ്പ് നിലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ റുമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിലും ഇതിനെ കാണപ്പെടും. അതായത് പശു, കാള അതുപോലുള്ള ആനിമൽസ് ഇല്ലേ, അതിൻ്റെ കുടലിലും ഈ മെഥനോജൻസിനെ കാണപ്പെടും. എന്നിട്ട് കൗഡങ്ങിൻ്റെ കൂടെ ഇത് പുറത്ത് വന്നിട്ട് ഇതാണ് കൗഡങ്ങിൽ നിന്നൊക്കെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥെയിൻ. അപ്പോൾ മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് മെഥനോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്കി ബാക്ടീരിയ? ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെഥനോജൻസ്. Halophiles can be seen in extreme salty areas. Thermoacidophiles can be seen in hot springs. Methanogens can be seen in marshy areas and also in the gut of ruminant animals.
They helps in production of biogas. അടുത്തൊരു ടൈപ്പ് ബാക്ടീരിയാസ് ആണ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ നമ്മൾ ട്രൂ ബാക്ടീരിയ എന്നും പറയുന്നുണ്ട്. യു ബാക്ടീരിയ ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. ഇനി ഈ യു ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു റിജിഡ് സെൽ വോൾ ഉണ്ട്, അതായത് നല്ല കട്ടിയുള്ളൊരു സെൽ വോൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ടീരിയയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഫ്ലാജെല്ലം എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ടായിരിക്കും. മോട്ടൈൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുകയാണ്. മൂവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് ആണെങ്കിൽ ആ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലാജെല്ലം എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ എന്നും പറയും. അതുപോലെ തന്നെ ഇവർക്ക് ഒരു റിജിഡ് സെൽ വോളും ഉണ്ട്. മോട്ടൈലാണെങ്കിൽ ഫ്ലാജെല്ലും ഉണ്ടായിരിക്കും. ഇനി യു ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. സയനോ ബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പം ഈ സയനോ ബാക്ടീരിയയുടെ ഒരു ഫീച്ചറാണ് ഇവർക്ക് ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ട്. സയനോ ബാക്ടീരിയയ്ക്ക് ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ട്. ഈ ക്ലോറോഫിൽ കണ്ടന്റ് ആണ് നമ്മുടെ പ്ലാന്റ്സിലും കാണപ്പെടുന്നത്. അപ്പോൾ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്നത്. പ്ലാന്റ്സ് ക്ലോറോഫിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അപ്പോൾ സയനോ ബാക്ടീരിയയ്ക്കും ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് അവർക്കും ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. അതുകൊണ്ട് അവരെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയാം. ഇനി ഇവർ യൂണിസെല്ലുലാറാണ്. ഒറ്റയ്ക്കൊരു സെല്ലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവരെ കാണാൻ പറ്റും. അതുപോലെ ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നൊരു കോളനി ആയിട്ടോ ഇങ്ങനെ ഒരു കോളനി ആയിട്ടോ അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആയിട്ട്, അത് ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഫിലമെൻറ്റസ് ആയിട്ട് അങ്ങനെയും കാണാൻ പറ്റും. ഇനി ഈ യു ബാക്ടീരിയ എവിടെ ജീവിക്കുന്നത്? ഇവരെ നമുക്ക് ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും കാണാൻ പറ്റും. അതായത് ഫ്രഷ് വാട്ടർ ശുദ്ധജലം, അതുപോലെ ഉപ്പുവെള്ളം കടലിലെ വെള്ളം അവിടെയും കാണാൻ പറ്റും. അതുപോലെ ടെറസ്ട്രിയൽ ആൽഗയായിട്ടും ഇത് ജീവിക്കുന്നുണ്ട്, കരയിലും കാണപ്പെടും. ഇനി മിക്കവാറും ഇതിൻ്റെ കോളനീസിനെ കവർ ചെയ്തിട്ട് ഒരു ജെലാറ്റിനസ് ഷീത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫിലമെൻറ്റസ് ഫോമിലുള്ള കോളനി കാണിക്കുന്നുണ്ട്. ഈ കോളനിയുടെ ചുറ്റും ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ജെലാറ്റിനസ് ഷീത്ത്. അപ്പോൾ ഇവരെ സറൗണ്ട് ചെയ്ത് ഒരു ജെലാറ്റിനസ് ഷീത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഈ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത, ഇവർ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ ബ്ലൂംസ് ഫോം ചെയ്യും. ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലൂം ഫോം ചെയ്യുക. കാണാൻ ഇങ്ങനെ ഇരിക്കും. അത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ പൂ പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. ഇനി ഇതിൽ ചില ബാക്ടീരിയാസിന് അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഈ പിക്ചറിലുണ്ട് ഹെട്രോസിസ്റ്റ്. ഇവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റ് യൂസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റി സോയിലിലേക്ക് ഫിക്സ് ചെയ്യും. അതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. പക്ഷെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യണമെങ്കിൽ അത് അബ്സോർബിൾ ഫോമിൽ സോയിലിലെത്തണം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന നോസ്റ്റോക്ക്. അപ്പം നോസ്റ്റോക്ക് പോലെയുള്ള ബാക്ടീരിയകൾ അവർക്കുള്ള ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് യൂസ് ചെയ്തിട്ട് ഈ അറ്റ്മോസ്ഫറിക് നൈട്രജനെ സോയിലിലേക്ക് ഫിക്സ് ചെയ്യും. ഇതിന് എക്സാമ്പിളാണ് നോസ്റ്റോക്ക് അനബിന. നോസ്റ്റോക്ക് ആൻഡ് അനബിന. ഇപ്പോൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയാസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യും. അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് അവരുടെ ഫുഡ് അതിൽ നിന്ന് ഉണ്ടാക്കും. അപ്പോൾ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ്, അമോണിയ അങ്ങനെയൊക്കെയുള്ള കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സും ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും ഉണ്ട്. അടുത്തത് ഹെട്രോട്രോപിക് ബാക്ടീരിയ.
അതായത് ഫുഡിന് വേണ്ടി വേറെ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെട്രോട്രോപിക് ബാക്ടീരിയ. ഇവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചറിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയാസും ഹെട്രോട്രോപിക് ആണ്. ഇവർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണ്. കാരണം ഹെട്രോട്രോപ്സ് ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് അഴുകിയതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങളെ ഡീകമ്പോസ് ചെയ്യും. അതായത് ഡെഡായിട്ടുള്ള ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഡെഡായിട്ടുള്ള ഓർഗാനിസത്തിനെ ഡീകമ്പോസ് ചെയ്യും. എന്നിട്ടാണ് അതിൽ നിന്ന് ഫുഡായിട്ട് അവർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണ്. ഇനി ഇവർ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. പാലിനെ തൈരാക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ഇനി പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ചില ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയയുടെ ഹെൽപ്പിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഒരു ബാക്ടീരിയയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. ലെഗ്യൂം റൂട്ട്സ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ട്. ഈ പയറുവർഗ്ഗത്തിൽപ്പെടുന്ന ചെടികളുടെ റൂട്ടിൽ ചില ബാക്ടീരിയ ജീവിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയ നേരത്തെ നമ്മൾ പറഞ്ഞ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. സൈനോബാക്ടീരിയ ചെയ്യുന്ന പോലെ ചില ബാക്ടീരിയാസ്, ഹെട്രോട്രോപിക് ആയിട്ടുള്ള ചില ബാക്ടീരിയാസ് ലെഗ്യൂം പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ ജീവിച്ചുകൊണ്ട് നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഹെട്രോട്രോപിക് ബാക്ടീരിയാസിനെ കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്ന്, പാലിനെ തൈരാക്കി മാറ്റാൻ, അത് ലാക്ടോബാസിലസ് ആണ്. പിന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ നൈട്രജൻ ഫിക്സേഷന്. ഇനി ബാക്ടീരിയയെ കൊണ്ട് നമുക്ക് യൂസ് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ദോഷമുണ്ട്. അതെന്താ? കൂടുതൽ ബാക്ടീരിയാസും പാത്തോജൻസ് ആണ്. പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ് ഏജൻസ് എന്നാണ്. അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഏജൻസ് ആണ് കൂടുതൽ ബാക്ടീരിയാസ്. അപ്പോൾ ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന 1-2 ഡിസീസസ് ആണ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ എന്നൊക്കെ ഉള്ളത്. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ഇതൊക്കെ ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഇനി ഈ ബാക്ടീരിയ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതായത് ഇതൊരു ബാക്ടീരിയ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റീപ്രൊഡക്ഷൻ്റെ ടൈം ആകുമ്പോൾ ഈ ബാക്ടീരിയ എന്താവും? ഇങ്ങനെ അതിൻ്റെ നടുക്കൂടെ ഒരു സ്പ്ലിറ്റ് പോലെ ഫോം ചെയ്ത് വരും. അതിനുശേഷം ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 ബാക്ടീരിയ ആയിട്ട് മാറും. ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ ഫിഷൻ എന്ന് മാത്രമല്ല ബൈനറി ഫിഷൻ എന്നും പറയാം. കാരണം 2ആയിട്ടല്ലേ മാറുന്നത്, അതുകൊണ്ട് ബൈനറി ഫിഷൻ എന്ന് പറയാം. ഇനി അൺഫേവറബിൾ കണ്ടീഷൻസിൽ ഇങ്ങനെ ബൈനറി ഫിഷൻ നടക്കില്ല. അതായത് ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മാത്രമേ ബൈനറി ഫിഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരു അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ബാക്ടീരിയാസ് സ്പോർ ഫോം ചെയ്യും. അതായത് സ്പോർ ഇവരുടെ ഒരു ചെറിയൊരു നമുക്ക് പ്ലാന്റ്സിൽ സീഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു സ്പോർ ഫോം ചെയ്യും. അപ്പോൾ ഈ സ്പോറിൻ്റെ പുറത്ത് എന്താ ഒരു കട്ടിയുള്ള ബോളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അൺഫേവറബിൾ കണ്ടീഷനിൽ ആ സ്പോറിനെ അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ബാക്ടീരിയ ആയിട്ട് മാറും. ഇനി ഇത് രണ്ടും അല്ലാതെ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനിമൽസിലെ പോലെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം അല്ല. ഇതൊരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ആണ്. അതായത് ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ആണ് ബാക്ടീരിയയിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ബാക്ടീരിയ 3 ടൈപ്പിലാണ് മെയിനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ
സിമ്പിളായിട്ട് ഫിഷൻ എന്ന് പറയാം. ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ പറ്റില്ല. ആ സമയത്ത് അവർ സ്പോർ ഫോം ചെയ്യും. ഈ സ്പോറിന് അൺഫേവറബിൾ കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ബാക്ടീരിയ ആയിട്ട് മാറും. ഇനി ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഉണ്ട്. ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലായ DNA ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ബാക്ടീരിയത്തിലെ സെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് കണക്കാക്കുന്നത്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, അതുപോലെ തന്നെ അടുത്തൊരു ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ദീസ് ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ. ഇവർക്ക് ഒരു സെൽ വോൾ ഇല്ല. അതുപോലെ ഓക്സിജന്റെ അഭാവത്തിലും ഇവർക്ക് ജീവിക്കാൻ പറ്റും. അതായത് ഓക്സിജൻ ഇല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മൈക്കോപ്ലാസ്മ. ഇനി കൂടുതൽ മൈക്കോപ്ലാസ്മ എന്താണ്, ആനിമൽസിലും പ്ലാന്റ്സിലും ഡിസീസസ് കോസ് ചെയ്യും, അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർ പാത്തോജനിക് ആണ്. അപ്പോൾ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് ആണ്. ദേ കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. They can survive without oxygen. Many of these mycoplasma are pathogenic in animals and plants. ഇത്രയാണ് കിങ്ഡം മൊണേറയിലെ ടോപ്പിക്സ്. ഇനി ഇവിടെ ഒരു മൈൻഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് എല്ലാം ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നോക്കാൻ പറ്റും. ഇതൊന്ന് പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് കിങ്ഡം മൊണേറ. പ്രോക്യാരിയോട്സ് ആണ്, അതായത് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നുമില്ല. അതുപോലെ സർക്കുലർ DNA ആണ്, നേക്കഡാണ്. നേക്കഡ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും മെംബ്രെയിൻ ഇല്ല, അതുകൊണ്ടാണ് നേക്കഡ് എന്ന് പറയുന്നത്. പിന്നെ സർക്കുലാർ DNA ആണ്, അതായത് ഒരു സർക്കിളിൻ്റെ ഷേപ്പിലിരിക്കുന്ന DNA ആണ്. DNA കുറിച്ചൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഇപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി 70S റൈബോസോംസ് ആണ് ഇവർക്കുള്ളത്. അടുത്തത് സെൽ വോൾ ഉണ്ട്. സെൽ വോള് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് ബാക്ടീരിയൽ സെൽ വോള് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. മേ ഫോർ മീസോസോംസ്, യൂഷ്വലി മൈക്രോസ്കോപ്പിക്. ഇതിൽ പറയുന്ന നിങ്ങൾക്ക് പരിചയമില്ലാത്ത ടേംസ് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ഇനി ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഓട്ടോട്രോപ്സ് ഉണ്ട്, ഹെട്രോട്രോപ്സും ഉണ്ട്. ഓട്ടോട്രോപ്സ് തന്നെ ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്, കീമോസിന്തറ്റിക്കും ഉണ്ട്. ഇവിടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. സൈനോ ബാക്ടീരിയ, കീമോസിന്തറ്റിക് നൈട്രോസോമോണാസ്. അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നൈട്രൈറ്റ്, നൈട്രേറ്റ്, അമോണിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. പേരിൽ തന്നെയുണ്ട് നൈട്രോസോമോണാസ്. ഇനി ഇവരുടെ ക്ലാസിഫിക്കേഷൻ, ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കി എന്നും പറയാം. അതിൽ മെഥനോജൻസ് ഉണ്ട്, ഹാലോഫൈൽസ് ഉണ്ട്, തെർമോസിഡോഫൈൽസ് ഉണ്ട്. പിന്നെ യു ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ. അടുത്തത് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ. അസെക്ഷലുണ്ട്, പിന്നെ സെക്ഷലും ഉണ്ട്. അസെക്ഷല് ബൈനറി ഫിഷൻ, ഈ പിക്ചർ അതാണ് കാണിക്കുന്നത്. പിന്നെ ബഡ്ഡിംഗ് ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. പിന്നെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ആണ്. ഷേപ്പ് ഓഫ് ബാക്ടീരിയയുടെ ബേസിസിൽ കോക്കസ്, ബാസിലസ്, സ്പൈറിലം, വിബ്രിയോ അങ്ങനെ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി സൈനോ ബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ, അവർക്ക് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി ഇവർക്ക് ഹെട്രോസിസ്റ്റ് ഉള്ളതുകൊണ്ട് നൈട്രജൻ ഫിക്സേഷൻ ചെയ്യാൻ പറ്റും. ഇവർക്ക് ഈ ക്ലോറോഫിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. കാരണം ഇവർക്ക് ആൽഗയുമായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്, പക്ഷെ ഇവർ ബാക്ടീരിയാസ് ആണ്. ആൽഗെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ആൾക്കാരാണ്.
ഇതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോസ്റ്റോക്കും അനബിനെ എന്തായാലും പഠിക്കണം. കോസ് വാട്ടർ ബ്ലൂംസ് ഇൻ പോൺസ്. പോൺസിൽ വാട്ടർ ബ്ലൂംസ് ഉണ്ടാക്കും. അത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലാണ്. മൈക്കോപ്ലാസ്മ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്, ദേ ലാക്ക് സെൽ വോൾ, പ്ലിയോമോർഫിക് ആണ്. പ്ലിയോമോർഫിക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ഷേപ്പ് ഇല്ല, പല ഷേപ്പിൽ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. എക്സിസ്റ്റ് ഇൻ യൂക്യാരിയോട്ടിക് സെൽസ് ഓർ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അവരെ നമുക്ക് ഏതെങ്കിലും യൂക്യാരിയോട്ടിക് സെൽസിലോ അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡിലോ, അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, അതിലോ കാണപ്പെടും. കൂടുതൽ മൈക്കോപ്ലാസ്മ എന്താണ് ആനിമൽസിലും പ്ലാന്റ്സിലും ഡിസീസ് കോസ് ചെയ്യും. ഒരു എക്സാമ്പിളാണ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. പേരിൽ തന്നെ ഉണ്ട്, ഇത് എന്ത് ചെയ്യും, ന്യൂമോണിയയ്ക്ക് കാരണമാകും. ഇനി ഇവിടെ കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പഠിച്ചത് തന്നെ നൈട്രജൻ ഫിക്സേഷൻ, ബ്രാക്കറ്റിൽ അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. റൈസോബിയം അനബിന, ദെൻ ഡീകമ്പോസിഷൻ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്, ഫെർമെൻറ്റേഷൻ ലാക്ടോബാസിലസ് മിൽക്കിനെ കർഡാക്കി മാറ്റുന്നത്, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് സ്ട്രെപ്റ്റോമൈസിസ്, അത് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കേർഡ്, ചീസ്, വിനെഗർ ഇതൊക്കെ ഉണ്ടാക്കാൻ ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിക്ക് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു +2 ടോപ്പിക്കാണ്, അത് ആ ടൈമിൽ പഠിക്കാം. ഇനി ഇത് കൂടാതെ ഇവർ ഒത്തിരി ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാത്തോജൻസ് ആയിട്ടുള്ള 2 ബാക്ടീരിയയുടെ പേരാണ് കൊടുത്തേക്കുന്നത്. വിബ്രിയോ കോളറെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോസ്റ്റോക്ക് നൈട്രജൻ ഫിക്സേഷൻ, അനബിന ഹെട്രോസിസ്റ്റ്, റൈസോബിയം സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗ്യൂം റൂട്ട് നൊഡ്യൂൾസ്. നമ്മൾ പറഞ്ഞില്ലേ ലെഗ്യൂം റൂട്ട്സ്, പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ടിൽ ബാക്ടീരിയ ഇരുന്നിട്ട് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ബാക്ടീരിയയാണ് റൈസോബിയം. ഇനി കർഡ് ഫോമേഷന് ലാക്ടോബാസിലസ്, സ്ട്രെപ്റ്റോമൈസിൻ്റെ പ്രൊഡക്ഷന് സ്ട്രെപ്റ്റോമൈസിസ്. ഇനി ഡിസീസസ് വിബ്രിയോ കോളറെ കോസസ് കോളറ, എസ്റ്റെറീഷ്യ കോളെ, ഇറ്റ് ഈസ് ആൻ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയം, നമ്മുടെ കുടലിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയമാണ്. ഇനി മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ക്ഷയം. ക്ലോസ്ട്രിഡിയം ടെറ്റനി ടെറ്റനസ് കോസ് ചെയ്യുന്നു. ഇനി കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, പിന്നെ അല്ലാതെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ഫോട്ടോസിന്തറ്റിക് എമംഗ് ദ ഫോളോയിങ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? നൈട്രോബാക്ടർ, നോസ്റ്റോക്ക്, റൈസോബിയം, ക്ലോസ്ട്രിഡിയം. ഇതിലേതാണ്? നോസ്റ്റോക്കാണ് കറക്റ്റ് ആൻസർ. കാരണം നോസ്റ്റോക്ക് എന്താണ്? നോസ്റ്റോക്ക് ഒരു സയനോ ബാക്ടീരിയയാണ്. സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ, അതിന് ക്ലോറോഫിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. സോ നോസ്റ്റോക്ക് ഈസ് ദ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഇനി റൈസോബിയത്തെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. അത് ലെഗ്യൂം റൂട്ട്സിലിരുന്നിട്ട് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് റൈസോബിയം. ഇനി ക്ലോസ്ട്രിഡിയം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. അതിൽ ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ് ടെറ്റനസ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ബാക്ടീരിയം ഈസ് കോമൺലി യൂസ്ഡ് ഇൻ കേർഡ് ഫോമേഷൻ? കേർഡ് ഫോമേഷനിൽ, അതായത് തൈര് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? എസ്റ്റെറീഷ്യ കോളി, ലാക്ടോബാസിലസ്, റൈസോബിയം, അസറ്റോബാക്ടർ. എസ്റ്റെറീഷ്യ കോളി ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ ആണ്. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കുടലിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ് എസ്റ്റെറീഷ്യ കോളി. പിന്നെ ലാക്ടോബാസിലസ് ആണ് കർഡ് ഫോമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. മിൽക്കിലുള്ള ഷുഗറാണ് ലാക്ടോസ്. ഇതിനെ ലാക്ടോബാസിലസ് കേർഡാക്കി മാറ്റും മിൽക്കിനെ. തേർഡ് ക്വസ്റ്റ്യൻ,
The cell wall of archaebacteria differs from that of eubacteria because ആർക്കിബാക്ടീരിയയുടെ സെൽ വോള് യൂബാക്ടീരിയയുടെ സെൽ വോളുമായിട്ട് എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്, എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അപ്പോൾ ഓപ്ഷൻസ് കണ്ടെയ്ൻ സെല്ലുലോസ്. സെല്ലുലോസ് ഉണ്ടോ ആർക്കിബാക്ടീരിയയ്ക്ക്? ഇല്ല. സെല്ലുലോസ് പ്ലാന്റ്സിൻ്റെ സെല്ലിലാണ് ഉള്ളത്. പ്ലാന്റ്സിൻ്റെ സെൽ വോളാണ് സെല്ലുലോസ് കൊണ്ട് ഫോം ചെയ്തേക്കുന്നത്. ഇനി ലാക്സ് പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ലെന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് കണ്ടെയ്ൻസ് കൈറ്റിൻ. കൈറ്റിൻ എവിടെയാണ്? ഫംഗയുടെ വാളിലാണ്. ഫംഗസിൻ്റെ വോൾസിലാണ് കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉള്ളത്. അടുത്ത ഓപ്ഷൻ കണ്ടെയ്ൻസ് ലിഗ്നിൻ. ലിഗ്നിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് പോളിമറാണ്. ഒരു ഓർഗാനിക് പോളിമറാണ് ലിഗ്നിൻ. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ വാസ്കുലർ ചാനൽസ് ഉണ്ട്, സൈലം, ഫ്ലോയം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പ്ലാന്റ്സിലെ സൈലം എന്ന് പറയുന്ന ടിഷ്യൂവിൽ കാണപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ലിഗ്നിൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കാരണം ആർക്കിബാക്ടീരിയയുടെ സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല. ആർക്കിബാക്ടീരിയ ലാക്സ് പെപ്റ്റിഡോഗ്ലൈക്കൻ. മറ്റ് ബാക്ടീരിയസിൻ്റെ സെൽ വോള് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 റൈസോബിയം, ലാക്ടോബാസിലസ്, നൈട്രോസോമോണാസ്, മെഥനോബാക്ടീരിയം. ലിസ്റ്റ് 2 കണ്ടെയ്ൻസ് കർഡ് ഫോർമേഷൻ, നൈട്രോജൻ ഫിക്സേഷൻ, അമോണിയ ടു നൈട്രൈറ്റ്, മീഥെയ്ൻ പ്രൊഡക്ഷൻ. ഫസ്റ്റ് തന്നെ റൈസോബിയം. റൈസോബിയം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം റൈസോബിയം എന്താ, ലെഗ്യൂം റൂട്ട്സിൽ ജീവിച്ചുകൊണ്ട് നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. ലെഗ്യൂം റൂട്ട്സിൽ ജീവിച്ചുകൊണ്ട് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയമാണ് റൈസോബിയം. സോ A2 ആണ്. ഇനി ലാക്ടോബാസിലസ് എന്താ, കേർഡ് ഫോർമേഷൻ. നൈട്രോസോമോണാസ്. നൈട്രോസോമോണാസ് എന്താണ്, അമോണിയെ നൈട്രൈറ്റ് ആക്കി മാറ്റും. അതായത് ഇവർ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. അതുകൊണ്ട് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിനെ എന്താ അമോണിയ, നൈട്രേറ്റ് അങ്ങനെയൊക്കെയുള്ള സബ്സ്റ്റൻസ് ആക്കി മാറ്റും. അപ്പം നൈട്രോസോമോണാസ് അമോണിയെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. ഇനി അടുത്തതാണ് മെഥനോബാക്ടീരിയം. മെഥനോബാക്ടീരിയം എന്താ, മീഥെയ്ൻ പ്രൊഡക്ഷൻ. മെഥനോജൻസ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് മെഥനോബാക്ടീരിയ. അപ്പോൾ അവർ മീഥെയ്ൻ പ്രൊഡക്ഷൻ. അപ്പോൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ ഓപ്ഷനും നോക്കി, ഓരോ ലിസ്റ്റിലുള്ള ഓരോന്നിനെ നോക്കി അതിനെ ഏതാ കറക്റ്റ് എന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ആദ്യം തന്നെ ഇവിടെ A2 ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ A2 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്, എയും സിയും. അടുത്ത എന്താ നോക്കേണ്ടത്, B1 ആണോ 3 ആണോ നോക്കുക. അപ്പോൾ ലാക്ടോബാസിലസ് 1 കേർഡ് ഫോർമേഷനാണ്. അപ്പോൾ B1 ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. അപ്പം A ആണ് B1 ഉള്ള ഓപ്ഷൻ. അപ്പോൾ അതായിരിക്കും കറക്റ്റ് ആൻസർ. പിന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ C3 ആണോ, നൈട്രോസോമോണാസ് ഇതാണോ, മെഥനോബാക്ടീരിയം മീഥെയ്ൻ പ്രൊഡക്ഷൻ ആണോ, അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ഹെട്രോസിസ്റ്റ്, പ്ലാസ്മിഡ്, ന്യൂക്ലിയോയിഡ്, പെപ്റ്റിഡോഗ്ലൈക്കൻ. ലിസ്റ്റ് 2 എക്സ്ട്രാ ക്രോമസോമൽ DNA, നൈട്രോജൻ ഫിക്സേഷൻ, ബാക്ടീരിയൽ സെൽ വോൾ കമ്പോണൻറ്റ്, DNA റീജിയൻ വിത്തൗട്ട് മെംബ്രെയിൻ. അപ്പോൾ ഇതിൽ പ്ലാസ്മിഡ്, ന്യൂക്ലിയോയിഡ് ഈ 2 ടേംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ല. ഇത് നമ്മൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിലും +2 ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന 2 എണ്ണം വെച്ചിട്ട് ഇത് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ആദ്യം തന്നെ ഹെട്രോസിസ്റ്റ്. ഹെട്രോസിസ്റ്റ് എന്തായിരുന്നു, സൈനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ഹെട്രോസിസ്റ്റ്. അത് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് A2 ആണ്. അപ്പോൾ A2 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്കറിയാവുന്നത് പെപ്റ്റിഡോഗ്ലൈക്കനാണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്താ, ബാക്ടീരിയൽ സെൽ വോൾ കമ്പോണൻ്റ് ആണ്. അപ്പം പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് ദ ബാക്ടീരിയൽ സെൽ വോൾ കമ്പോണൻറ്റ്. അപ്പോൾ D3, A2ഉം D3 വരുന്ന ഓപ്ഷനുമാണ് കറക്റ്റ് ആൻസർ. അതായത് ഓപ്ഷൻ D.
ഇനി ഇത് ബിയും സിയും എന്താണെന്ന് കൂടെ നോക്കാം. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്ട്രാ ക്രോമസോമൽ DNA. ക്രോമസോമൽ DNA കൂടാതെ എക്സ്ട്രാ ആയിട്ടുള്ള DNA ആണ് പ്ലാസ്മിഡ്. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ DNA റീജിയൻ വിത്തൗട്ട് മെംബ്രെയിൻ. മെംബ്രെയിൻ ഇല്ലാത്ത DNAയുടെ റീജിയനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. അടുത്തത് ലിസ്റ്റ് 1 ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ്, മെഥനോജൻസ്, സൈനോബാക്ടീരിയ. ലിസ്റ്റ് 2 സോൾട്ടി ഏരിയാസ്, ഹോട്ട് ആസിഡിക് സ്പ്രിങ്സ്, റൂമൻ ഓഫ് കാറ്റിൽസ്, അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. ഹാലോഫൈൽസ് എന്താണ്? സോൾട്ടി ഏരിയാസിലാണ് കാണപ്പെടുന്നത്, ഉപ്പുള്ള പ്രദേശത്താണ് കാണപ്പെടുന്നത്. തെർമോ അസിഡോഫൈൽസ് ഹോട്ട് ആസിഡിക് സ്പ്രിങ്സിൽ. മെഥനോജൻസ് റൂമൻ ഓഫ് കാറ്റിൽ, സൈനോബാക്ടീരിയ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലും കാണപ്പെടും. ടെറസ്ട്രിയൽ ആൽഗയായിട്ടും കാണാൻ പറ്റും, അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലും കാണാൻ പറ്റും. സോ ഓപ്ഷൻ ഏതാ? A1, B2, C3, D4. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ആർക്കി ബാക്ടീരിയ ആർ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ്. അതാണ് അവരുടെ പ്രത്യേകത. ആർക്കി ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഹാലോഫൈൽസ് ലിവ് ഇൻ ഹൈലി സലൈൻ എൻവയോൺമെൻറ്റ്സ്. ഹാലോഫൈൽസ് ഹൈലി സലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സോൾട്ടി ആയിട്ടുള്ള ഏരിയാസിലാണ് ജീവിക്കുന്നത്. തെർമോ അസിഡോഫൈൽസ് ത്രൈവ് ഇൻ ഹോട്ട് അസിഡിക് എൻവയോൺമെൻറ്റ്സ്. തെർമോ അസിഡോഫൈൽസ് എന്താണ്? ഹോട്ട് അസിഡിക് എൻവയോൺമെൻറ്റ്സിലാണ് ജീവിക്കുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഹെട്രോസിസ്റ്റ് ഒക്കർ ഇൻ നോസ്റ്റോക്ക് ആൻഡ് അനബീന. ഹെട്രോസിസ്റ്റ് എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് സൈനോബാക്ടീരിയയുടെ. അപ്പോൾ സൈനോബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ആണ് നോസ്റ്റോക്കും അനബിനയും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്തത് ഹെട്രോസിസ്റ്റ് ആർ ദ സൈറ്റ്സ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ. ഹെട്രോസിസ്റ്റിൻ്റെ ഫങ്ഷൻ നൈട്രജൻ ഫിക്സേഷനാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഹെട്രോസിസ്റ്റ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഹെട്രോസിസ്റ്റ് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നില്ല, നൈട്രജൻ ഫിക്സേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആണ് റൈറ്റ്, അതായത് ഓപ്ഷൻ എ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ടൈപ്പാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഫസ്റ്റ് തന്നെ അസേർഷൻ എന്താണ്? ബാക്ടീരിയ പോസസ് 80S റൈബോസോംസ്. അപ്പോൾ നമ്മൾ ഒരു മൈൻഡ് മാപ്പിൽ കൊടുത്തിരുന്നു ബാക്ടീരിയയ്ക്ക് 70S റൈബോസോമാണ് ഉള്ളത്, 80S അല്ല. അതുകൊണ്ട് അസേർഷൻ തെറ്റാണ്. റീസൺ, ബാക്ടീരിയ ആർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ്. ബാക്ടീരിയ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് അല്ലേ? ആണ്. അതുകൊണ്ട് റീസൺ കറക്റ്റാണ്, പക്ഷേ അസേർഷൻ തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, assertion, nitrosomonas plays an important role in nitrification. നൈട്രോസോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ നൈട്രിഫിക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ഇനി എന്താണ് നൈട്രിഫിക്കേഷൻ? അമോണിയയെ നൈട്രേറ്റ് ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് നൈട്രിഫിക്കേഷൻ. അപ്പോൾ റീസണായിട്ട് അതാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് കൺവേർട്സ് അമോണിയ ഇൻറ്റു നൈട്രൈറ്റ്. അപ്പോൾ ഇത് കറക്റ്റാണ്. നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമോണിയയെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് നൈട്രിഫിക്കേഷൻ. നൈട്രോസോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ നൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, രണ്ട് ഓപ്ഷനിലും അസേർഷനും റീസണും കറക്റ്റാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ഇതിൽ ഓപ്ഷൻ കണ്ടുപിടിക്കാനുള്ള അടുത്ത ക്ലൂ ഇവിടെയാണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ.
റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അടുത്തെന്താ? റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ എന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് റീസൺ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പക്ഷെ ചില കേസിൽ അസേർഷനും റീസണും ട്രൂ ആയിരിക്കും, പക്ഷേ റീസൺ കറക്റ്റായിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ ഓപ്ഷൻ ബി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കിങ്ഡം മൊണീറ എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏകദേശം ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനെന്തായാലും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ചാനലിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് ക്ലാസ്സസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.